ഒരു ഭാഗത്ത് PR വിവാദം, മറുഭാഗത്ത് ADGP വിവാദം, പൂരം കലക്കൽ വിഷയങ്ങൾ, സംസ്ഥാന നിയമസഭയിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട് കേട്ടോ. ADGP MR അജിത് കുമാറിനെതിരായ പരാതികൾ അന്വേഷിച്ച് DGPയുടെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. കാത്തിരുന്ന റിപ്പോർട്ടാണ്. DGP നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ റിപ്പോർട്ട് കൈമാറും. ഇന്നലെ രാത്രി വൈകിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് ലഭിച്ചാൽ അതിവേഗത്തിൽ പരിശോധിച്ച് സർക്കാർ ADGPക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, കാത്തിരുന്ന റിപ്പോർട്ട് നമുക്കിപ്പോൾ കിട്ടുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയാൽ മുഖ്യമന്ത്രി അത് പഠിച്ച് ഈ ADGPക്കെതിരായിട്ട് എന്തെങ്കിലും നിരീക്ഷണമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. CPIക്ക് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുന്നത് നടപടി ഉണ്ടാകുമെന്നാണ്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം നടപടി എന്നല്ലേ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? റോഷിപാൽ. അരുൺകുമാർ, ADGP MR അജിത് കുമാറിനെതിരെയുള്ള പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് അത് ഇന്നലെ രാത്രിയോടെ തന്നെ തയ്യാറായിരുന്നു. ഇന്നലെ കൈമാറും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്നലെ അതിൻ്റെ മുന്നോടിയായി പോലീസ് മേധാവി തന്നെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗവും പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ വൈകിയാണ് തയ്യാറായത്. ഇന്ന് തന്നെ കൈമാറും സർക്കാരിന്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ആ റിപ്പോർട്ട് വളരെ വിശദമായി പരിശോധിച്ച് ഇതിൽ തുടർ നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടി വരും. കാരണം നമുക്കറിയാം CPI ഈ കാര്യത്തിൽ കടുത്ത നിലപാടിലാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകിപ്പിക്കരുത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. CPI സംസ്ഥാന സമിതിയിൽ അതിനുശേഷം മുഖ്യമന്ത്രി ADGPക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയെന്ന കാര്യവും ബിനോയ് വിശ്വം അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ DGP നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് ഏത് തരത്തിലുള്ള നടപടിയാണ് ADGP MR അജിത് കുമാറിനെതിരെ സ്വീകരിക്കുക എന്നതാണ് വരും മണിക്കൂറുകൾ വ്യക്തമാവുക. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനൊപ്പം സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം PV അൻവർ MLA ഉന്നയിച്ച തുടങ്ങി വെച്ച ആരോപണങ്ങൾ അത് പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഏറ്റെടുത്തു. ADGP MR അജിത് കുമാർ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച എന്തിനു നടത്തി, അതിനൊപ്പം തന്നെ മലപ്പുറത്ത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് അതിൽ ADGPക്കുള്ള പങ്കാളിത്തമടക്കം ആരോപണമായി വരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ADGPക്കെതിരെ ആരോപണമുയരുന്നു. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പലതും പരിശോധിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകുന്നത്. PV അൻവറിൻ്റെതടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാരിന് കൈമാറുന്ന ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചകളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വിവാദങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അതിൽ ADGP MR അജിത് കുമാറിനെ എതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. റോഷി, ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം ഈ വാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട ലീഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില സൂചന കൊടുക്കുന്നുണ്ട്. അതായത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ വീഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന റിപ്പോർട്ടാണെന്നാണ് സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ മാറ്റിയേക്കും. അതായത് ഈ ക്രമസമാധാന ചുമതലയുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ചുമതലകളില്ലാത്ത 2 പേരെ സന്ദർശിക്കുകയും, അതായത് ഈ ദത്താത്രേയ ഹൊസബളെയും പിന്നീട് റാം മാധവനെയും സന്ദർശിക്കുകയും അത് മറച്ചുവെക്കുകയും ചെയ്തത് ചട്ടലംഘനമാണെന്നാണ് പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് നീക്കാൻ പര്യാപ്തമാണ്. അജിത് കുമാർ അത് മറച്ചുവെച്ചു എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതുവരെയും ലഭ്യമായിരുന്ന വിവരമനുസരിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അജിത് കുമാർ പക്ഷേ ഈ വിവരം മുഖ്യമന്ത്രിയോ ഓഫീസിനെയോ ധരിപ്പിച്ചിരുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാവും. മാത്രവുമല്ല, അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയാൽ പകരം വെങ്കടേഷിനാണ് സാധ്യതയെന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷിപാൽ? അരുൺകുമാർ, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പകരം ക്രൈംബ്രാഞ്ച് മേധാവിയായ H വെങ്കടേഷിന് തന്നെയാണ് ചുമതല നൽകാൻ സാധ്യത. നേരത്തെ തന്നെ സർക്കാർ അക്കാര്യത്തിൽ ഒരു ആലോചന നടത്തിയതാണ്. അതല്ലെങ്കിൽ മറ്റാരെ, ബൽറാം കുമാർ ഉപാധ്യായ ഉൾപ്പെടെയുള്ള മറ്റ് ADGPമാരെയും ഈ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു. കൂടുതൽ പരിഗണന നൽകാൻ സാധ്യത ഈ H വെങ്കടേഷിന് തന്നെയാകും. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവിയെ മറ്റൊരു ADGP വരാനാണ് സാധ്യത. ഇപ്പോൾ സാധ്യത ബൽറാം കുമാർ ഉപാധ്യായക്ക് തന്നെയായിരിക്കും അവിടേക്ക് എത്താനുള്ള സാധ്യത. ഏതായാലും അതിനപ്പുറത്തേക്ക് ഇതിൽ സസ്പെൻഷനിലേക്ക് നീങ്ങുമോ എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച,
ആ കൂടിക്കാഴ്ച സർക്കാരിനുണ്ടാക്കിയ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് ഈ പാർട്ടി സമ്മേളനം നടക്കുന്ന ഈ കാലയളവിൽ വലിയ രീതിയിൽ പാർട്ടി സമ്മേളന വേദിയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ചർച്ചകൾ വരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സംശയം സർക്കാരിന് എതിരെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തിനുണ്ടായി എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി പൊതു ഇടത്തിൽ ചർച്ചയാവുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരം നടപടികളിലേക്ക് നീങ്ങുമോ സർക്കാർ എന്നത് പ്രധാനപ്പെട്ടതാണ്. സസ്പെൻഷനിലേക്ക് നീങ്ങിയാൽ തന്നെ 3 മാസം സമയമുണ്ട്. ആ 3 മാസത്തിനിടയിൽ അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തിയാൽ മതി. നിലവിലെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയാകും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക.